നിങ്ങളുടെയും ഒരു വാഴപ്പഴത്തിൻ്റെയും DNA 60% ഒന്നാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് തമാശയല്ല. അതിനൊരു കാരണമുണ്ട്. ഭൂമിയിലെ എല്ലാ ജീവനും നിങ്ങൾക്കും ആ വാഴപ്പഴത്തിനും ഒരേ ഒരു പൂർവികനാണുള്ളത്. അപ്പോ ഇതാണ് ചോദ്യം. എങ്ങനെയാണ് ഭൂമിയിൽ ജീവന്റെ തുടക്കം? പണ്ടൊക്കെ എന്തോ ഒരു ലൈഫ് ഫോഴ്സാണ് ജീവൻ നൽകുന്നതെന്നായിരുന്നു വിശ്വാസം. പക്ഷേ സത്യം അതായിരുന്നില്ല. ജീവനുള്ളതും ഇല്ലാത്തതുമെല്ലാം ഒരേ കെമിക്കലുകൾ കൊണ്ടാണെന്ന് പിന്നീട് തെളിഞ്ഞു. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവനുണ്ടാക്കാൻ എന്തു വേണം? ഇത് ശരിക്കും ഒരു റെസിപ്പി പോലെയാണ്. 4 കാര്യങ്ങൾ. 1. സങ്കീർണത. 2. ഊർജം. 3. ഒരു അതിർത്തി. 4. സ്വയം പകർത്താനുള്ള കഴിവ്. പക്ഷേ ഈ ചേരുവകൾ എവിടുന്നു വന്നു? ഉത്തരം ചിലപ്പോൾ ഭൂമിയിൽ നിന്നായിരിക്കില്ല, ബഹിരാകാശത്ത് നിന്നാവാം. പാൻസ്പെർമിയ എന്ന തിയറി പറയുന്നത് ജീവന്റെ അസംസ്കൃത വസ്തുക്കൾ ഉൽക്കാവർഷം വഴി ബഹിരാകാശത്തു നിന്ന് വന്നതാണെന്നാണ്. ഇതിന് തെളിവുണ്ടോ? ഉണ്ട്. ഭൂമിയിൽ വീണ ഉൽക്കകളിൽ നിന്ന് പ്രോട്ടീനുകളുടെ ബിൽഡിംഗ് ബ്ലോക്കുകൾ വരെ കിട്ടിയിട്ടുണ്ട്. അതായത് ജീവൻ വേണ്ട സ്പെയർ പാർട്സുകൾ ഈ പ്രപഞ്ചം മുഴുവനുമുണ്ട്. വലിയ ഗ്യാസ് ക്ലൗഡുകളിലായി ഒഴുകി നടക്കുന്നു. അങ്ങനെ ഭൂമിയിലെത്തിയ ഈ പാർട്സുകൾ ചൂടുവെള്ളത്തിലെ മിന്നലേറ്റപ്പോ ഒന്നിച്ചു ചേർന്നു അമിനോ ആസിഡുകളായി. ആദ്യത്തെ ജനിതക പദാർത്ഥം RNA ആയിരുന്നെന്നാണ് കരുതുന്നത്. കളിമണ്ണിൽ വെച്ച് അത് സ്വയം കോപ്പിയെടുക്കാൻ തുടങ്ങി. അതേസമയം വെള്ളത്തിലുണ്ടായിരുന്ന കൊഴുപ്പുകൾ ചേർന്ന് കുമിളകളുണ്ടായി. ഇതാണ് ആദ്യത്തെ സെൽ മെംബ്രെയിൻ. ഒരു RNA തന്മാത്ര അത്തരമൊരു കുമിളയിൽ അകപ്പെട്ടു. അതോടെ ആദ്യത്തെ പ്രോട്ടോസെൽ ഉണ്ടായി. പിന്നെ കോടിക്കണക്കിന് വർഷങ്ങളോളം ആർക്കിയ പോലുള്ള ഒറ്റ സെൽ മാത്രമുള്ള ജീവികളായിരുന്നു ഇവിടെയുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഒരു സംഭവം നടന്നു. ബാക്ടീരിയ എന്ന മറ്റൊരു കുഞ്ഞൻ ജീവി ആർക്കിയയുടെ അടുത്തേക്ക് വന്നു. അതിനെ കഴിക്കുന്നതിന് പകരം ആ ബാക്ടീരിയയെ ആർക്കിയ അതിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കാൻ അനുവദിച്ചു. ഒരു ടീമായി. ആ ബാക്ടീരിയ പിന്നീട് നമ്മുടെ എല്ലാം സെല്ലുകളിലെ പവർ ഹൗസായ മൈറ്റോകോൺട്രിയ ആയി മാറി. ഒരു പുതിയ തരം ജീവൻ. ഈ ഒരു ലയനം കോശങ്ങൾക്ക് 2 ലക്ഷം മടങ്ങ് അധികം ഊർജ്ജം നൽകി. ഇതാണ് വലിയ ജീവികൾക്ക് വഴിയൊരുക്കിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന സസ്യങ്ങളോ മൃഗങ്ങളോ നമ്മളോ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം വെറും നക്ഷത്രങ്ങളിലെ പൊടിയും പുരാതനമായ ലയനങ്ങളും ചേർന്നതാണോ? അതെ, ജീവൻ ഒരു നിമിഷത്തെ അത്ഭുതമല്ല. അതുകൊണ്ട് അടുത്ത തവണ വാഴപ്പഴം കഴിക്കുമ്പോൾ ഓർത്തോളൂ, അത് നിങ്ങളുടെ ഒരു അകന്ന ബന്ധുവാണ്.